ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂബി. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. April 27, April 28, April 26, April 25. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് April 28 ആണ്. April 28 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ തീം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. റെവല്യൂഷനൈസിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ദ റൂൾ ഓഫ് AI ആൻഡ് ഡിജിറ്റലൈസേഷൻ അറ്റ് വർക്ക്. ഇതാണ് ഇതിൻ്റെ തീം. ആദ്യമായിട്ട് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 2003 ആരാണ്? ബൈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നോക്കണ്ടേ? അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ടു സക്സസ്ഫുള്ളി സ്വിം across the North Channel covering a distance of 38 km in 16 hours and 22 minutes from Northern Ireland to Scotland. അപ്പോൾ നോർത്തേൺ അയർലൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിലോട്ട് 38 കിലോമീറ്റർ ആണ് ഉള്ളത്. ആ 38 കിലോമീറ്റർ നോർത്തേൺ ചാനൽ വഴി 13 മണിക്കൂറും 22 മിനിറ്റും കൊണ്ട് സ്വിം ചെയ്ത ഫസ്റ്റ് വുമൺ ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. സയാനി ദാസ്, പരുൾ ത്യാഗി, അൻഷിക സിംഗ്, ശിവാനി ഗോയൽ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സയാനി ദാസ് ആണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ എന്താണ്? സയാനി ദാസ്. ഓക്കെ, സയാനി ദാസ് ആണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഫിലിം ഫ്രം SRFTI, അതായത് സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, വാസ് സെലക്ടഡ് ഫോർ ദ ലാ കിനഫ് സെലക്ഷൻ അറ്റ് ദ 78th ഫെസ്റ്റിവൽ ഡി കാൻസ് 2025? ഓപ്ഷൻസ് നോക്കാം. ദ വൈറ്റ് ടൈഗർ, എ ഡോൾ മേഡ് അപ്പ് ഓഫ് ക്ലേ, ദ ലഞ്ച് ബോക്സ്, ലഗാൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ഡോൾ മേഡ് അപ്പ് ഓഫ് ക്ലേ ആണ് ഇതിന്റെ ആൻസർ. എ ഡോൾ മേഡ് അപ്പ് ഓഫ് ക്ലേ എന്ന് പറയുന്നത് കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള SRFTI സ്റ്റുഡൻസിന്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. എന്താണ്? ഒരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു വോൺ ദ മിക്സ്ഡ് ഡബിൾസ് ടൈറ്റിൽ ഓഫ് WTT കണ്ടൻഡർ ട്യൂണിസ് 2025? ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ WTT കണ്ടൻഡർ ട്യൂണിസ് 2025 എന്ന് പറയുന്നത് ഒരു ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഓക്കെ, എന്താണ് ഒരു ടേബിൾ ടെന്നീസ് ടൂർണമെന്റ്? അപ്പം ഇത് വിൻ ചെയ്തത് ആരാണ്? ഒരു പേരാണ്. പേര് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സോറ മത്സുഷിമ ആൻഡ് മിവ ഹരിമോട്ടോ, മനുഷ ആൻഡ് മിവ ഹരിമോട്ടോ, മനുഷ ആൻഡ് ദിയ ചിറ്റാലെ, ആൻഡ് സോറ മത്സുഷിമ ആൻഡ് ദിയ ചിറ്റാലെ. ഇതാണ് ഓപ്ഷൻസ്. ഇനി നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് മനുഷ ആൻഡ് ദിയ ചിറ്റാലെ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, മനുഷ ആൻഡ് ദിയ ചിറ്റാലെയാണ് ആൻസർ. ഈ ട്യൂണിസ് 2025 ടൂർണമെന്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ആഫ്രിക്കയിലെ ട്യൂണീഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. എവിടെ വെച്ചിട്ടാണ്? ആഫ്രിക്കയിലെ ട്യൂണീഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, ഇതിലെ വിന്നേഴ്സിന് $1,00,000 ആണ് പ്രൈസ് മണി. എത്രയാണ്? $1,00,000 ആണ് പ്രൈസ് മണി. ഈ പേരാണിത് വിൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, വിച്ച് കൺട്രി ടോപ്പ് ദ മെഡൽ ടാലി ഓഫ് സെക്കൻഡ് ഏഷ്യ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2025? 2025 എന്താണ്? സെക്കൻഡ് ഏഷ്യ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പില് മെഡൽ ടാലിയിൽ ടോപ്പ് ചെയ്ത കൺട്രി ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യ, ജപ്പാൻ, മംഗോളിയ, ചൈന. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഈ മെഡൽ ടാലിയിൽ ടോപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടിയെന്നും കൂടി നമുക്ക് നോക്കാം. ഇന്ത്യക്ക് 87 മെഡലാണ് കിട്ടിയത്. 83 ഗോൾഡും 3 സിൽവറും 1 ബ്രോൺസുമാണ് ഇന്ത്യ വിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് എവിടെ വെച്ച് നടന്നു എന്നും കൂടി നമുക്ക് നോക്കാം. ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ന്യൂഡൽഹി ആയിരുന്നു ഹോസ്റ്റ്. ഇത് സെക്കൻഡ് എഡിഷൻ എന്ന് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നമുക്കിനി ഫസ്റ്റ് എഡിഷൻ എവിടെ നടന്നു എന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എഡിഷൻ നടന്നത് ബാങ്കോക്ക്, തായ്ലൻഡിലാണ് നടന്നത്. എവിടെയാണ്? ബാങ്കോക്ക്, തായ്ലൻഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ ഓണേർഡ് ബൈ ഫിജി വിത്ത് ദ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ഹിസ് എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻ ടു ഹെൽത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ. അത് ഓപ്ഷൻസ് നോക്കാം. അതായത് ഓർഡർ ഓഫ് ഫിജി, കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ഓണർ ആർക്കാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ദ്രൗപദി മുർമു, രാകേഷ് രഞ്ജൻ, ആദിത്യ ബിർള, മധുസൂദൻ സായി. ഇതും 4 ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മധുസൂദൻ സായി ആണ്. ഓക്കെ, മധുസൂദൻ സായി. അപ്പം ഇദ്ദേഹമാണ് ഈ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി വിൻ ചെയ്ത ഇന്ത്യൻ. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ആണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു ചിൽഡ്രൻസ് ഹെൽത്ത് കെയർ ഒരു ഫെസിലിറ്റി ഉണ്ട് ഫിജിയിൽ. അതിൻ്റെ പേര് നമുക്ക് നോക്കാം. ശ്രീ സത്യസായി സഞ്ജീവനി, ശ്രീ സത്യസായി സഞ്ജീവനി ചിൽഡ്രൻസ് ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പം ഇത് വഴിയിട്ട് ഫിജിയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് ഫിജിയുടെ തന്നെ ഹയസ്റ്റ് ഓണർ ആയിട്ടുള്ള കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ഇദ്ദേഹം വിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഇന്ത്യൻ ബാറ്റ്സ്മാൻ ടു സ്മാഷ് എ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ IPL ഹിസ്റ്ററി? അപ്പം IPL ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി കിട്ടുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. റിയാൻ പരാഗ്, രജത് പടിത്തർ, നിതീഷ് റാണ, വൈഭവ് സൂര്യവംശിയാണ് ഓപ്ഷൻസ്. അപ്പം ഇതിൻ്റെ ആൻസർ നോക്കാം. വൈഭവ് സൂര്യവംശിയാണ് ആൻസർ. അദ്ദേഹം 35 ബോളിൽ നിന്നാണ് സെഞ്ചുറി കിട്ടിയത്. ഓക്കെ, എത്ര ബോളിൽ നിന്നാണ്? 35 ബോളിൽ നിന്ന്. 14 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായം. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം IPL പ്ലേ ചെയ്തത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് പ്ലേ ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി കിട്ടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന്. അപ്പം അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റയിലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സെഞ്ചുറി IPL എടുത്തത്. എത്രയാണ്? 30 ബോളിൽ നിന്നാണ് എടുത്തത്. 30 ബോളിൽ നിന്നും ഇദ്ദേഹം 35 ബോളിൽ നിന്ന്. പക്ഷേ 35 ബോളിൽ നിന്നാണെങ്കിലും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് ഇദ്ദേഹം. അപ്പം സെക്കൻഡ് പ്ലെയർ ആണ്, ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാനും ആണ്. അത് ഓർക്കുക, മാറിപ്പോകരുത് അത് രണ്ടും തമ്മിൽ. ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് കൺട്രി ഹോസ്റ്റ് ദ 10th എഡിഷൻ ഓഫ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് 2027? 2027 ഫിഫ വുമൻസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏതാണ്? ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന കൺട്രി ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, USA. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്രസീലാണ്. എന്താണ്? ബ്രസീലാണ് ഇതിൻ്റെ ഉത്തരം. ബ്രസീലാണ് ആൻസർ. ആദ്യത്തെ സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. ആദ്യത്തെ സൗത്ത് അമേരിക്കൻ കൺട്രിയാണ് ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷത്തെ ഇത് 10th എഡിഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 9th എഡിഷൻ ആരാ ഹോസ്റ്റ് ചെയ്തതെന്ന് നോക്കാം. അത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ജോയിൻ്റ് ആയിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. ആരൊക്കെയാണ്? ഓസ്ട്രേലിയയും ന്യൂസിലൻഡും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which country has tested hydrogen bomb that functions without traditional fissile material like uranium or plutonium? Options നോക്കാം. ചൈന, ഇന്ത്യ, USA, റഷ്യ. അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ചൈനയാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ചൈനയാണ്. ഇവരെന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിന് പകരം ഇവർ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്തു? മെഗ്നീഷ്യം ഹൈഡ്രൈഡ് ബേസ് ഇഗ്നേഷനാണ് ഇവർ ഉപയോഗിച്ചത്. മെഗ്നീഷ്യം ഹൈഡ്രൈഡ് ബേസ് ഇഗ്നേഷനാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which country has achieved a significant milestone in medical science through its first inhuman gene therapy trial for hemophilia? അപ്പം ഫസ്റ്റ് ഇൻഹ്യൂമൻ ആയിട്ടുള്ള ജീൻ തെറാപ്പി ഹീമോഫീലിയയ്ക്ക് വേണ്ടി നടത്തിയ കൺട്രി ഏതാണ് എന്നാണ് ചോദ്യം. USA, റഷ്യ, ഫ്രാൻസ്, ഇന്ത്യയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി ആരാണെന്ന് നമുക്ക് നോക്കാം. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്
ജിതേന്ദ്ര സിംഗ് ആണ്. ഓക്കെ ഓക്കെ നമ്മൾ എന്താണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറെക്കുറെ എല്ലാ കറണ്ട് അഫയേഴ്സും ഇന്ന് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.